സോ ബിഗ് ബോസ് മലയാളം സീസൺ 7. അപ്പൊ ഈ ഒരു സീസണിൽ രാജാവൊക്കെ വേണമല്ലോ അല്ലെ? ഇപ്പൊ സീസൺ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ പ്രേക്ഷകർ ആരെയാക്കണമെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നോക്കി നടക്കുകയായിരിക്കും. അപ്പം പ്രത്യേകിച്ച് കണ്ടസ്റ്റൻസിന്റെ സൈഡിൽ നിന്നും ഒന്നും ഉണ്ടാകാത്തത് കൊണ്ടും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു രാജാവിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ സീസണിലോ രാജാവും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. കുറച്ച് രാജാക്കന്മാരുണ്ടായി എന്നല്ലാതെ ഒരു രാജാവിനെ നമുക്ക് സൃഷ്ടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ രാജാവിൻ്റെതായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി കാണിക്കാനോ കഴിഞ്ഞ സീസണിൽ ആരും ഉണ്ടായില്ല. അപ്പം ഈ ഒരു സീസണിലെങ്കിലും ആരെയെങ്കിലും വേണമല്ലോ. അപ്പൊ ബിഗ് ബോസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് വരുന്ന കണ്ടസ്റ്റൻസ് അതിനുള്ള ശ്രമങ്ങളും നടത്തും. അപ്പൊ ഈ ഒരു സീസണിൽ നമ്മുടെ അപ്പാനി ശരത്ത് അതിനുള്ള ചെറിയ ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വന്നപ്പോൾ മുതൽ നമുക്കറിയാം നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷ് എടുക്കുന്ന തീരുമാനങ്ങൾ, അതല്ലെന്നുണ്ടെങ്കിൽ അനീഷിന്റെ അഭിപ്രായങ്ങൾക്കെതിരെ വളരെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാവരുടെയും മുന്നിൽ ഒന്ന് ഡോമിനേറ്റ് ആയി നിൽക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കുന്നുണ്ട്. അതൊക്കെ പുള്ളിയുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഗെയിം. അതിലൊക്കെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് തന്നെ ആയിരിക്കും അടിയിലേക്ക് പോകുന്നത്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം വന്നപ്പോൾ മുതൽ നമുക്ക് ഒറ്റയാനായിട്ട് കളിച്ചു തുടങ്ങുന്ന നമ്മുടെ അനീഷ് അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എതിരായിട്ട് നിൽക്കുകയും ഒറ്റപ്പെട്ട രീതിയിൽ നിന്ന് കളിക്കുകയും ചെയ്യുന്ന കോമണർ ആയിട്ടുള്ള അനീഷിനെതിരായിട്ട് നല്ല രീതിയിൽ നിൽക്കുകയും മറ്റുള്ളവരുടെ കൂടെ നിന്നിട്ട് അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഒച്ചയെടുത്ത് സംസാരിക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ വന്നപ്പോൾ മുതൽ അവരൊരു ഗ്യാങ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ഇതിപ്പം ഞാൻ എടുത്തു പറയാൻ കാരണം ലൈവിൽ നമ്മൾ കണ്ടുവന്നത് അപ്പാനി ശരത്ത്, അതുപോലെ തന്നെ നമ്മുടെ അക്ബർ ഖാൻ, അഭിശ്രീ എന്ന് പറയുന്ന അഭിലാഷ്, ആര്യൻ, ഇവര് 4 പേരും കൂടെ ഒരു ഗ്യാങ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി നോക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മുടെ അപ്പാനി ശരത്താണ് കുറച്ച് മുൻകൈ എടുത്ത് അവരെയൊക്കെ ഒന്ന് വിളിച്ച് മറ്റുള്ള കണ്ടസ്റ്റൻസിന് നേരെ ഒന്ന് എന്താ പറയുന്ന പ്രൊവോക്ക് ചെയ്ത് അവരെ കൊണ്ട് സംസാരിപ്പിക്കാനും അല്ലെങ്കിൽ ഒരു പ്രാങ്ക് നടത്തി സംസാരിപ്പിക്കാനും പ്രൊവോക്ക് ചെയ്ത് മറ്റുള്ളവരെ ഒന്ന് ഓവർ സീനാക്കാനും ഒക്കെ ശ്രമം നടത്തുന്നുണ്ട് ഈ പറയുന്ന ആര്യൻ, അക്ബർ ഖാൻ, അതുപോലെ തന്നെ അഭിലാഷ്, നമ്മുടെ അപ്പാനി ശരത്ത്. അപ്പൊ അതിനൊക്കെ മുൻകൈ എടുക്കുന്നത് നമ്മുടെ അപ്പാനി ശരത്താണ്. എന്നിട്ട് അവരുമായിട്ട് നിന്നിട്ടൊരു ഗ്രൂപ്പ് ഗ്യാങ് ഒക്കെ ഉണ്ടാക്കി ചെറിയൊരു രീതിയിൽ ഒരു ഗ്യാങ് ഫോർമാറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയും നല്ലൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് കണ്ട് നല്ല മികച്ച രീതിയിലുള്ള ഗെയിം കൊടുക്കുകയും ഫിസിക്കലും അതുപോലെ തന്നെ മെന്റൽ ടാസ്കുകളൊക്കെ വരുമ്പോൾ ഇവരുടെ സൈഡിൽ നിന്ന് ഒരു പെർഫോമൻസും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവരൊക്കെ ഈ ഒരു സീസണിലെ രാജാക്കന്മാരായിട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പം അപ്പാനി ശരത്തിനെ സംബന്ധിച്ച് ഞാനതൊരു രാജാവാണ് എന്നല്ല പറഞ്ഞ, ഇപ്പം നിലവിലൊരു രാജാവ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ ആള് നടത്തി നോക്കുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഡോമിനേറ്റ് ചെയ്ത് നിന്ന് സംസാരിക്കാനും ഓവറായിട്ട് ഇച്ചിരി മാസ് ഡയലോഗുകളൊക്കെ അടിച്ചൊന്ന് പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇതൊക്കെ നടക്കുമോ ഇല്ലയോ എന്ന് പ്രേക്ഷകരോട് വിചാരിക്കണമല്ലോ. ഈ കാണിക്കുന്നതൊക്കെ കോമഡി ആയി പോയി കഴിഞ്ഞാൽ രാജാവിന് പകരം രാജാവായി പോകും. സോ എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം. ഇപ്പം ലൈവിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. ആകപ്പാടെ വെറുപ്പീരാണ്, മൊത്തം ലാഗാണ്. ഒരു എന്താ പറയുന്ന ഒരു വലിയ ഹൗസിനുള്ളിൽ കുറച്ച് എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്ത കുറച്ച് കണ്ടസ്റ്റൻസുമായിട്ട് മൊത്തത്തിൽ ലാഗടിപ്പിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈവും. സോ വെയിറ്റ് ചെയ്യാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ എടുക്കണം.